ശരി, ഞാൻ തിരികെ എത്താം. രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരു ആരോപണം അവിടെ നിൽക്കുമ്പോൾ അത് BJP ഉന്നയിക്കുന്ന ആരോപണമാണ്. ഞാൻ മാടായിപ്പാറ സംരക്ഷണ സമിതി നമുക്കൊപ്പം ചേർന്ന് ശ്രീ KP ചന്ദ്രാംഗധരൻ. ശ്രീ ചന്ദ്രാംഗധരൻ, മാടായി സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രകടനം മാത്രമല്ല, ഇതിനു മുൻപും പരാതിയുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഇന്ന പാർട്ടി, ഇന്ന സംഘടന, അല്ലെങ്കിൽ പാലസ്തീനോ ഇസ്രയേലോ എന്നുള്ളതല്ല വിഷയം. അവിടെ ജൈവ വൈവിധ്യമുള്ള ഒരു ഭൂമിയിൽ പ്രകടനവും കൂട്ടായ്മയും നടത്തി ഈ ജൈവ വൈവിധ്യം തകർക്കരുത് എന്നുള്ള ആവശ്യം നിങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊരു പൊതുസ്ഥലം പോലെ ഉപയോഗിക്കപ്പെടുകയാണ്. സംരക്ഷണ സമിതിയുടെ വിഷയം അതാണോ? അതിന് മുമ്പേ ഞാൻ കഴിഞ്ഞ 10 മിനിറ്റ് മുമ്പേ നടന്ന ഒരു സംഭവത്തെപ്പറ്റി പറയാം. അതായത് ഇവിടെ നൂറുകണക്കിന് ആളുകൾ വൈകുന്നേരങ്ങളിൽ അവരുടെ സായാന്തന വിശ്രമത്തിന് വേണ്ടി ഈ മാടായിപ്പാറയിൽ അടുത്ത കാലത്തായി എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ടൂറിസ്റ്റ് മേഖല എന്നാണ് ആളുകളെല്ലാം ഇപ്പോഴും മാടായിപ്പാറയെപ്പറ്റി ധരിക്കുന്നത്. ഈ ധാരണ കൊണ്ടാണ് അനേകം ആയിരം ആളുകൾ അവരുടെ വാഹനങ്ങളിൽ കയറി റോഡ് വഴിയെത്തി റോഡിൽ അനേകം മണിക്കൂറുകൾ അവരുടെ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്ത് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി അവരുടെ കാറിൽ നിന്ന് ഭക്ഷണങ്ങൾ വാങ്ങി ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ട് മാടായിപ്പാറയുടെ വിവിധ പ്രദേശങ്ങളിൽ കൂടെ പാറയിൽ കൂടെ സഞ്ചരിച്ച് പുൽമേടുകൾ ചവിട്ടി മെതിച്ചുകൊണ്ട് അതിൻ്റെ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അവർ പോയി പല മുണ്ടുകളും തോർത്തുകളും വിരിച്ച് അവിടെ ഇരുന്ന് മൃഷ്ടാന്നം അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുടെ ഭക്ഷ്യ ആവശ്യങ്ങൾ മുഴുവൻ പ്ലാസ്റ്റിക്കിലാക്കി പാക്കറ്റുകളിലാക്കി എറിയുന്നു മാടായിപ്പാറയിൽ മുഴുവൻ. അങ്ങനെയാണ് മാടായിപ്പാറയെ മാലിന്യവൽക്കരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പ്രതിഭാസമാണത്. യഥാർത്ഥത്തിൽ ഇത് മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ രൂപീകരണം തന്നെ മാടായിപ്പാറയെ ആളുകളുടെ കയ്യേറ്റങ്ങളിൽ നിന്നും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കയ്യേറ്റങ്ങളിൽ നിന്നും അവരുടെ കൈയടക്കുകളിൽ നിന്നും രക്ഷിക്കാൻ മാത്രമല്ല, മാടായിപ്പാറയുടെ അന്തരീക്ഷവും ഭൂമിയും അതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന വെള്ളവുമൊക്കെ പരിശുദ്ധമാക്കി നിലനിർത്താൻ വേണ്ടി കൂടിയുള്ള ഒരു ദൗത്യമാണ് മാടായിപ്പാറ സംരക്ഷണ സമിതി രൂപീകരിക്കാനുള്ള പ്രധാന കാരണം തന്നെ യഥാർത്ഥത്തിൽ. കാരണം കേരളത്തിലെ വളരെ വളരെ അപൂർവമായ ജന്തു ജൈവ വൈവിധ്യത്തിൻ്റെ മേഖലയാണ് മാടായിപ്പാറ. ഏകദേശം 1000-ഓളം ഏക്കർ വിസ്താരമായി പരന്നു കിടന്നിരുന്ന മാടായിപ്പാറ മുഴുവൻ ഒരു കാലത്ത് മാടായിക്കാവിൽ ദേവസ്വത്തിൻ്റെ സ്വന്തം ഭൂമിയായിരുന്നു. ഈ മാടായിക്കാവിൽ അടക്കമുള്ള 38 ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റി ചെറക്കൽ കോവിലകം തമ്പുരാനാണ്. വലിയ തമ്പുരാൻ എന്ന് ഞങ്ങൾ പറയും. ചെറക്കൽ കോവിലകത്തെ സീനിയർ രാജ, ഏറ്റവും സീനിയറായ മൂത്ത രാജാവ്, അദ്ദേഹത്തെ ചെറക്കൽ തമ്പുരാനായി വാഴിക്കും. അയാൾ ഭരിക്കുന്നത് വരെയാണ് ചെറക്കൽ തമ്പുരാനാവുക. അത് കഴിഞ്ഞ് അടുത്ത തൊട്ട വയസ്സ് എളുപ്പമുള്ള മറ്റേയാൾ ചെറക്കൽ തമ്പുരാനും അങ്ങനെ മാടായി കാവടക്കമുള്ള 38 ക്ഷേത്രങ്ങളുടെ ഉള്ള ദേവസ്വത്തിൻ്റെ ട്രസ്റ്റിയുമാണ്. ഈ ട്രസ്റ്റിയുടെ ഭരണാധികാരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് മുഴുവൻ മാടായിപ്പാറ ഉണ്ടായിരുന്നത്. 1970-72 കാലത്ത് KLR ആക്ട്, കേരള ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി മാടായിക്കാവിന് സ്വന്തമായി ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പറ നെൽകൃഷി അല്ലെങ്കിൽ പറമ്പുകൾ മുഴുവൻ കുടിയാന്മാർക്ക് അടങ്ങുകയുണ്ടായി. അതിൻ്റെ വ്യത്യസ്ത പ്രത്യേക നിയമപ്രകാരം. അങ്ങനെ ആർക്കും വേണ്ടാത്ത മാടായിപ്പാറ മാത്രമാണ് ഇപ്പോൾ മാടായിക്കാവ് ദേവസ്വത്തിന് സ്വന്തമായുള്ള ഏക ഭൂമി. ആ 1000 ഏക്കറിൽ നിന്ന് തന്നെ അന്യായമായി കൈയടക്കിയ 350 ഏക്കർ രഹസ്യ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ രഹസ്യ രേഖകൾ ലാൻഡ് ട്രൈബ്യൂണലുകളിൽ ഹാജരാക്കി പട്ടയങ്ങൾ വാങ്ങിക്കൊണ്ട് പട്ടയങ്ങളുടെ യഥാർത്ഥ പരിശോധന, പട്ടയങ്ങൾ യഥാർത്ഥത്തിൽ ലാൻഡ് ട്രൈബ്യൂണലുകളാണ് പട്ടയങ്ങൾ കൊടുക്കുന്നത്. KLR ആക്ടിലെ ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ എന്താണ് ഉണ്ടായതെന്ന് അറിയാമോ ആർക്കെങ്കിലും? യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ, നിയമം പഠിക്കാത്തവരെ ജഡ്ജിമാരാക്കുകയുണ്ടായി. SSLCയും മറ്റും പാസ്സായി ലോവർ ഡിവിഷൻ ക്ലാർക്കായി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം തഹസിൽദാർമാരായി ക്രമേണ അവരുടെ സീനിയോറിറ്റി കൊണ്ട് പ്രൊമോഷൻ കിട്ടിയാൽ അവരെല്ലാം അന്ന് KLR ആക്ടിൻ്റെ വ്യവസ്ഥയനുസരിച്ച് 1975-76 കാലത്തിൽ ലാൻഡ് ട്രൈബ്യൂണലുകളായി മാറി തഹസിൽദാർമാർ. അവർക്ക് കോളേജ് വിദ്യാഭ്യാസം പോലും ആ കാലത്ത് വളർക്കില്ല. വെറും SSLC പാസ്സായി LD ക്ലാർക്കായി ചേർന്ന് അവർ യഥാർത്ഥത്തിൽ തഹസിൽദാർമാരായി പ്രൊമോഷൻ കിട്ടിയാൽ അവരെ ലാൻഡ് ട്രൈബ്യൂണലാക്കും. അങ്ങനെ ലാൻഡ് ട്രൈബ്യൂണലായി മാറിയ ജഡ്ജിമാർ, അവർ ജഡ്ജിമാരാണ്. പിന്നെ
പട്ടയം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള അവർ ജഡ്ജിമാരെ അവർ വാദം കേൾക്കും. വാദം കേട്ടാൽ ഈ വക്കീലന്മാർ വന്ന് ഇംഗ്ലീഷിലാണ് മിക്കവാറും ബാധിക്കുക പലപ്പോൾ അവരുടെ മുമ്പിൽ. അപ്പോൾ പല SSLC-ക്കാർക്കും നേരാമണം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷൊന്നും മനസ്സിലാവില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സംരക്ഷണ സമിതി നടത്തുന്ന കുറെ സമരങ്ങളുണ്ടല്ലോ, അത് ഇവിടെ നടക്കുന്ന മുഴുവൻ കൂട്ടായ്മകളും ഈ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്നു. ആ തരത്തിലൊരു വിഷയമാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? ഇപ്പോൾ BJP ഈ വിഷയത്തിനകത്ത് ഒരു പ്രതിഷേധം ഉന്നയിക്കുന്നു. പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് അവരും അവിടെ വന്ന് പ്രകടനമാണ് നടത്തുന്നത്. സംരക്ഷണ സമിതിയുടെ ആവശ്യം മുഴുവനായിട്ട്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഈ സ്ഥലത്ത് ഇത്തരം പ്രകടനങ്ങളും കൂട്ടായ്മകളും ഒഴിവാക്കണമെന്ന് തന്നെയല്ലേ? ഈ കഴിഞ്ഞ രാഷ്ട്രീയമില്ല, ഈ പലസ്തീൻ പ്രകടനത്തെ നിങ്ങൾ എതിർക്കുന്നതും അതുകൊണ്ട് തന്നെയാണോ? മാത്രമല്ല, അത് കാരണം പലസ്തീൻ വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. അവർ വിളിച്ചോട്ടെ, കാരണം അവർ മിക്കവാറും അവരുടെ അജണ്ട അത് തന്നെയാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ജാഥയോ പ്രകടനമോ മാടായിപ്പാറയുടെ പുൽമേടുകളിൽ കൂടി പാടില്ല. അത്രക്കത്ര മാടായിപ്പാറയുടെ പാരിസ്ഥിതിക സൗന്ദര്യം നശിക്കും, ജൈവ വൈവിധ്യം നശിക്കും. മാടായിപ്പാറയിൽ കൂടി ഇന്ന് വരെ, ചരിത്രത്തിൽ നിന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതസംഘടനകളോ ഏതെങ്കിലും സാമൂഹ്യ സംഘടന വൈകുന്നേരം ഈ വിഷയത്തെ തുടർന്ന് ശ്രീ KP ചന്ദ്രാംഗധരൻ, ഈ വിഷയത്തെ തുടർന്ന് പ്രതിഷേധ പ്രകടനം വൈകുന്നേരം ഉണ്ടായി. അപ്പോൾ ഒരുപക്ഷെ ഈ പിക്നിക്കിന് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ വന്നതിനേക്കാളും ഇരട്ടി ആൾക്കാരുടെ ഒരു പ്രകടനവും പ്രതിഷേധ പ്രകടനവും അവിടെ നടന്നു. എല്ലാം ആ തരത്തിൽ നിങ്ങൾ എന്താണോ എതിർക്കുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വൈകുന്നേരം ഉണ്ടായി. ഒരു പ്രകടനം, ആ പ്രകടനത്തിനെതിരെയുള്ള പ്രതിഷേധം, അതും പ്രകടനം ഇല്ലേ? ഇല്ല, അതെ അതെ. പക്ഷേ ഞാനത് പറയാം, അതിൻ്റെ വ്യത്യാസം പറയാം. ഈ BJP-ക്കാർ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവരോട്, എനിക്ക് അറിയാവുന്ന ചില സുഹൃത്തുക്കളോട്, അതിലെ BJP-യിലെ ചില സുഹൃത്തുക്കളോട് ഞാൻ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി, നിങ്ങളും മിനിഞ്ഞാന്ന് നടത്തിയ പ്രകടനം പോലെ മാടായിപ്പാറയുടെ പുൽമേടുകൾ ചവിട്ടി മതിച്ചുകൊണ്ട് പാറയിൽ കൂടി കയറി മുദ്രാവാക്യം വിളിക്കുകയോ ജാഥ നടത്തുകയോ പ്രകടനം നടത്തുകയോ പാടില്ല. നിങ്ങൾ റോഡിൽ കൂടി അല്ലാതെ, അതിൽ കൂടെ അനേക റോഡുകളുണ്ട്. മാടായിപ്പാറയിൽ കൂടി 5 or 6 റോഡുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡുകളിൽ വാഹനങ്ങൾ ഓടുന്ന റോഡുകളാണ്. ആ റോഡിൽ കൂടി അല്ലാതെ നിങ്ങൾക്ക് മാടായിപ്പാറക്ക് അനുകൂലമായ പ്രകടനവും എതിരായ പ്രകടനവും ഒന്നും തന്നെ റോഡിൽ കൂടി അല്ലാതെ പുൽമേടുകൾ ചവിട്ടി മതിച്ചുകൊണ്ടും ജൈവ വൈവിധ്യം നശിപ്പിച്ചുകൊണ്ടും ഒരാളും പ്രകടനം നടത്തിയ ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങളും ചെയ്യാൻ പാടില്ല. മിനിഞ്ഞാന്ന് അതിന് കേസ് പോലീസ് എടുത്തതിൻ്റെ ഒരു കാരണം വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്ന് മാത്രമല്ല, ജൈവ വൈവിധ്യ സംരക്ഷണം നടത്തണമെന്ന് ഹൈക്കോടതി 2019 4352/2019 താങ്കൾ പറഞ്ഞതനുസരിച്ച് പുൽമേടുകൾ നശിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് വൈകുന്നേരം നടന്നത്, അല്ലേ? ആണോ? ആണ്, 100%. വിഷയം നോക്കിക്കോളൂ, അതിന്റെ വിഷയം നോക്കിക്കോളൂ. ഒരൊറ്റ ആള് മാടായിപ്പാറയിൽ ചവിട്ടി മരിക്കാൻ വേണ്ടി ജാഥ പോയിട്ടില്ല. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള പറഞ്ഞതിൻ്റെ ഒരു എതിർപ്പ് ഞാൻ പറയുകയാണ്. ഒരു പെട്ടെന്നുണ്ടായതല്ല. അവർ ഒരു ബസ്സിൽ നിറയെ വനിതകൾ, 4 കാറുകൾ, ഒരു ബസ്സിൽ ഒരു 7-8 കിലോമീറ്റർ ദൂരത്തുള്ള അവരുടെ വാദിഹുദ, ജമാഅത്തെ ഇസ്ലാമികളുടെ ഒരു സംഘടനയാണ് വാദിഹുദ. ആ വാദിഹുദയുടെ സ്കൂൾ ബസ്സിലാണ് ഇവർ എത്തിച്ചേർന്നത്. ഈ തൊട്ടടുത്ത് മാടായിപ്പാറയിൽ തന്നെയുള്ള ഒരു വാദിഹുദ, അവരുടെ ഏറ്റവും വലിയ സെന്റർ മാടായിപ്പാറയുള്ള 100 മീറ്റർ അകലെയുള്ള വാദിഹുദാന്റെ സെന്ററാണ്. അവിടെ നിന്ന് ഒരൊറ്റയാളും വന്നില്ല. അതിന് പകരം കരുതി കൂട്ടി 8 കിലോമീറ്റർ ദൂരത്തുള്ള അവരുടെ ഒരു വാദിഹുദ സ്കൂളിൽ നിന്ന് വനിതകളെയും കയറ്റി ഒരു ബസ്സിലും 4 കാറുകളിലുമായി മാടായിപ്പാറയുടെ വാഹനങ്ങൾ കയറാൻ പാടില്ല എന്നുള്ള നിഷ്കർഷ ഹൈക്കോടതി പറഞ്ഞിരിക്കെ തന്നെ അതിൽ കൂടി കയറി, നിങ്ങൾ വിശ്വസിച്ച് നോക്കിയാൽ അറിയാം, മാടായിപ്പാറയുടെ ഇവരുടെ വാഹനങ്ങൾ മാടായിപ്പാറയിൽ കൂടി കയറി അതിൻ്റെ ജൈവ വൈവിധ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അവിടെ ആളുകൾ ഇറങ്ങി അവിടെ നിന്ന് പ്രകടനം തുടങ്ങുകയാണ് ചെയ്തത്. ഒരു 100 മീറ്റർ ദൂരെയുള്ള സ്ഥലം വരെ, ഈ റോഡ് വരെ പ്രകടനം. എങ്ങനെയാണെങ്കിൽ അവർക്ക് റോഡിൽ കൂടി നടത്താമായിരുന്നില്ല പ്രകടനം. എന്തുകൊണ്ട് റോഡിൽ കൂടി നടത്തിയില്ല? അതൊക്കെ വളരെ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ്. ഞാൻ തിരികെ എത്താം, ദയവായി തുടരുക. അഡ്വക്കേറ്റ് C. ഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു. ഷുക്കൂർ വക്കീലെ, 2 വിഷയമാണ്.